ടൊയാറ്റോ കാംറി പണ്ടുമുതൽ ഒരു ഹൈ ക്ലാസ് സെറ്റപ്പിൽ നാം കേട്ടിട്ടുള്ള ഒരു പേരാണിത്. അല്പം ഒന്ന് റിവൈൻഡ് ചെയ്താൽ വർഷം 2002 ജപ്പാനീസ് കാർ നിർമ്മാതാക്കളായ ടൊയാറ്റോ തങ്ങളുടെ സി സെഗ്മെൻറ്റ് സെഡാനായ ടൊയാറ്റോ കാംറി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് 22 വർഷത്തിനിടയിൽ ഇന്ത്യൻ കമ്പനിയുടെ മുൻനിര വാഹനമായി ടൊയാറ്റോ വെൽഫെയർ MPV അവതരിപ്പിക്കുന്നതുവരെ കാംറി നിലകൊണ്ടിരുന്നു. ഇന്ത്യയിൽ ക്വാളീസിന് പിന്നാലെ എത്തിയ കാംറി ടൊയാറ്റോയുടെ വഴികാട്ടിയായിരുന്നു. കൂടാതെ കമ്പനിയുടെ ഹൈബ്രിഡ് വൈവിധ്യവും ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. 2013 ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഹൈബ്രിഡ് കാറായി കാംറി മാറി എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ കാംറിയുടെ 9ാം തലമുറ അതായത് XV80 ഒടുവിൽ നമ്മുടെ വിപണിയിലും എത്തിയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. ഡിസൈൻ ആൻഡ് ഫീച്ചേഴ്സ്. പുതിയ 2025 കാംറിയുടെ എക്സ്റ്റീരിയർ രൂപകൽപ്പന ഒരു പരിണാമപരമായ അപ്ഡേറ്റിന് വിധേയമായി എന്ന് പറയാം. കാരണം പ്രീമിയം സെഡാൻ അതിൻ്റെ ഇൻ്റർനാഷണൽ ഫാമിലിയിൽ നിന്നും ലെക്സസിൽ നിന്നും കുറച്ച് ഡിസൈൻ മാറ്റങ്ങളും നവീകരണങ്ങളും സ്വീകരിച്ചതിന് ശേഷം എന്നത്തേക്കാളും സ്പോർട്ടിയായി കാണപ്പെട്ടു എന്ന് നിസ്സംശയം തന്നെ പറയാം. മുൻവശത്ത് പ്രീസിൽ നിന്നും കടമെടുത്ത സ്പോർട്ടി C ഷേപ്പുള്ള LED DRLകൾ, ഡ്യുവൽ പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റുകൾ, മുൻ മോഡലിനെ അപേക്ഷിച്ച് ടൊയാറ്റോ ബാഡ്ജിനെ ചെറുതായി മുകളിലേക്ക് നീക്കി പ്ലേസ് ചെയ്തിരിക്കുന്ന സ്കൾപ്റ്റഡ് ബോണറ്റ് എന്നിങ്ങനെ 2025 കാംറിക്ക് ലഭിക്കുന്നുണ്ട്. സൈഡ് വ്യൂ വരുമ്പോൾ പുതിയ ടൊയാറ്റോ കാംറിക്ക് ഡോർ ഹാൻഡിലോട് ചേർന്ന് ബോഡിയിലുടനീളം കവർ ചെയ്യുന്ന ഒരു ഷാർക്ക് ക്യാരക്ടർ ലൈനും നമുക്ക് കാണാം. അതുപോലെ തന്നെ പുനരൂപകൽപ്പന ചെയ്തിട്ടുള്ള 18 ഇഞ്ച് അലോയ് വീലുകൾ, ഫ്ലൈഡ് വീൽ ആർച്ചുകൾ, പിൻ സൈഡിലോട്ട് വരുമ്പോൾ C ആകൃതിയിലുള്ള LED കോമ്പിനേഷൻ ടൈൽ ലൈറ്റുകൾ, പിന്നെ പുനരൂപകൽപ്പന ചെയ്തിട്ടുള്ള ബമ്പർ, ഒരു ചെറിയ ലിപ് സ്പോയിലർ എന്നിങ്ങനെ 2025 കാംറിയെ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. 2025 കാംറിയുടെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം തന്നെ പറയാം. 12.3 ഇഞ്ചായിട്ടുള്ള ഒരു ഡ്യുവൽ ഇൻഫോടൈം സിസ്റ്റമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇൻഫോടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനിൻ്റെ റെസ്പോൺസും യൂസേജും വളരെ എളുപ്പമുള്ളതാണ്. കൂടാതെ വയർലെസ് ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടും ഉണ്ട്. എന്നിരുന്നാലും ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ഇപ്പോഴും വയേർഡാണ്. ഇൻഫോടൈൻമെൻറ്റ് യൂണിറ്റ് 9 സ്പീക്കറുള്ള JBL സൗണ്ട് സിസ്റ്റമായി കണക്ട് ചെയ്തിരിക്കുന്നു. 3 സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, 10 ഇഞ്ച് ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഒരു റെട്രാക്റ്റബിൾ സൺഷെയ്ഡുള്ള സൺറൂഫ്, വെന്റിലേറ്റഡ് ആൻഡ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫ്രണ്ട് സീറ്റുകൾ, റിക്ലൈനിങ് റിയർ സീറ്റുകൾ എന്നിവയാണ് പുതിയ 2025 കാംറിയുടെ ക്യാബിനിൻ്റെ മറ്റ് ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നത്. ഡ്രൈവർ സീറ്റ് 10 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ സ്റ്റിയറിംഗ് വീല് വരുമ്പോൾ ടിൽറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ടെലിസ്കോപ്പിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈ കാംറിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2025 മോഡേൺ കാംറിയുടെ സീറ്റുകൾ വളരെ കംഫർട്ടബിൾ ആണ്. പിൻ സീറ്റുകളുടെ റിക്ലൈൻ ഫംഗ്ഷൻ ലോങ് ഡ്രൈവിന് വളരെ മികച്ചതാണ്. ലോങ് ഡ്രൈവുകൾക്ക് വാഹനത്തിൽ എല്ലാവർക്കും തന്നെ വളരെ അനുയോജ്യമായ പൊസിഷനിൽ കണ്ടെത്താൻ ഈ സിറ്റിംഗ് നമ്മെ അനുവദിക്കുന്നു. ക്ലൈമറ്റ് കൺട്രോൾ സജ്ജീകരിക്കുന്നതിനും സൺറൂഫിനുള്ള റിയൽ കൺട്രോളും യാത്രയിലിരിക്കുമ്പോൾ തന്നെ പുറകിലുള്ളവർക്ക് ഇവ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകുന്നുണ്ട്. ടൊയാറ്റോ സേഫ്റ്റി സെൻസ് 3.0 സ്യൂട്ട് ADAS സിസ്റ്റം ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഫീച്ചറുകളാൽ നിറഞ്ഞതാണ് പുതിയ കാംറി എന്നതും ശ്രദ്ധേയമാണ്. പെഡസ്ട്രിയൽ ഡിറ്റൻഷൻ പ്രീ കൊളിഷൻ അസിസ്റ്റ്, റഡാർ അധിഷ്ഠിത ക്രൂയിസ് കൺട്രോൾ, ലൈൻ ട്രേസിംഗ് അസിസ്റ്റ് എന്നിവയും അതിലേറെയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2025 ടൊയാറ്റോ കാംറിയിൽ 9 എയർ ബാഗുകൾ, 360 ഡിഗ്രി ക്യാമറ, ഇരുവശത്തും പാർക്കിംഗ് സെൻസറുകളും സ്റ്റെബിലിറ്റി കൺട്രോളും ട്രാക്ഷൻ കൺട്രോളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കാറിൻ്റെ മെഷർമെൻറ്റ് നോക്കുമ്പോൾ 4920 ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് വരുമ്പോൾ 1840 വരുന്നത്. ഹൈറ്റ് വരുമ്പോൾ 1455. വീൽ ബേസ് 2825. എഞ്ചിനെക്കുറിച്ച് പറയുവാണെങ്കിൽ 2.5 ലിറ്ററിൻ്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു കാറിൽ നമുക്ക് ലഭിക്കുന്നത്. മാക്സിമം BHP വരുമ്പോൾ 227 വരുന്നത്. ട്രാൻസ്മിഷൻ വരുമ്പോൾ ECVT. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2025 ടൊയാറ്റോ കാംറിയിൽ അവർ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വളരെയധികം വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള എഞ്ചിനാണ് അവർ ഈ ഒരു കാംറിയിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കാറിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.